പണം മഴയായിട്ട് പെയ്യേ. എന്താ സംഭവം? എന്താ ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്നതല്ലേ മക്കളെ? നിങ്ങൾ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് മക്കളെ പണപ്പെരുപ്പം? നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ പണം കിട്ടുകയാണ്. പക്ഷേ മാർക്കറ്റിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ സാധനങ്ങളുടെ വില കൂടും. ഫോർ ആൻ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ മുമ്പിൽ 50 പേര് ഇരിക്കുന്നുണ്ട്. ഈ 50 പേരുടെയും കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. അവർക്കെല്ലാവർക്കും ആവശ്യം മൊബൈൽ ഫോണാണ്. എന്നാൽ എൻ്റെ കയ്യിലാണെങ്കിൽ ഇവർക്കെല്ലാവർക്കും കൊടുക്കാൻ ആകെ ഒരു മൊബൈൽ ഫോൺ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മൊബൈലുമായിട്ട് ഇവരുടെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ മൊബൈലിൻ്റെ വില കൂടുവോ കുറയോ? വില കൂടൂലേ? ഇതിനെയാണ്, സാധനങ്ങളുടെ വില കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറയാം. പണത്തിൻ്റെ മൂല്യം കുറയുന്നു, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിലവാരം വർദ്ധിക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു മക്കളെ? പണപ്പെരുപ്പം. അടുത്ത ക്ലാസ്സിന് ഫോളോ ചെയ്യുക, കൂടെ കൂടാ. ഓക്കെ, താങ്ക്